ഇന്ന് വീട്ടിൽ പോവാണേ. ഒത്തിരിയായി എൻ്റെ വീട്ടിലോട്ട് പോയിട്ട്. എന്നാൽ ഇന്നിപ്പോൾ അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങോട്ട് പോവുകയാണേ. ചെറുക്കനെ സ്കൂളിലോട്ട് വിട്ടു. പെണ്ണിനെ ഇപ്പോൾ അംഗനവാടിയിലോട്ട് വിടും. അച്ചാച്ചൻ ജോലിക്ക് പോയി. അപ്പോൾ ഇന്ന് നമുക്ക് വീട്ടിൽ പോകാം. വാ. അപ്പോൾ പോയ വഴി ഇത്തിരി മെഡിസിൻ വാങ്ങിക്കേണ്ടായിരുന്നു മമ്മിക്ക്. അപ്പോൾ അത് മെഡിക്കൽ സ്റ്റോറിൽ കയറി അത് വാങ്ങിച്ചു. ഇതുണ്ടല്ലോ നമ്മുടെ മണർകാട് പള്ളി. ഇതെന്താ വന്ന് കയറി ഉടനെ മരിച്ചവരുടെ ഫോട്ടോ കാണിക്കുന്നതെന്ന് വിചാരിക്കരുത്. ഇതാണ് എനിക്ക് ഈ വീട്ടിൽ ഏറ്റവും സ്പെഷ്യലായിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു എൻ്റെ വല്യമ്മച്ചി. അമ്മച്ചി പോയി 1.5 വർഷമൊക്കെ ആകുന്നു. അതാണ് ഞാൻ കാണിച്ചത്. വല്യമ്മച്ചി ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്നെക്കാളും 4 ഇരട്ടി എൻ്റർടൈൻമെൻറ്റ് തരാൻ ഇതിനേക്കാളും നല്ലൊരാൾ വേറെ ഇല്ലായിരുന്നു. എന്ത് ചെയ്യാനായിട്ടാ. പിന്നെ ഇത് ഞാൻ വീട്ടിൽ തപ്പിപ്പെറുക്കിയപ്പം ഇത്തിരി കള്ള് കിട്ടി. എന്നാൽ അതങ്ങ് കുടിച്ചേക്കാമെന്ന് വിചാരിച്ച്. ചെറുക്കനെ വിളിച്ചുകൊണ്ട് വന്നു, പെണ്ണിനെ വിളിച്ചുകൊണ്ട് വന്നു. അപ്പം നമ്മുടെ കോളിഫ്ലവർ ഉണ്ടായിരുന്നേ. അപ്പം അതിനെ നമുക്കൊന്ന് വറക്കാം. ഞാൻ ഓൾറെഡി അത് ഒന്ന് കഴുകി ചെറിയ പീസാക്കി വെള്ളത്തിലിട്ട് വെച്ചിട്ടാണ് പോയത്. അപ്പം അത് നമുക്കിത്തിരി തിളച്ച വെള്ളത്തിനകത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്ക് ഇതും കൂടെ നമ്മുടെ കോളിഫ്ലവറും കൂടെ അതിനകത്തോട്ട് ഇട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്യാസിലോട്ട് വെച്ചു. ഇനി നമുക്കതിൻ്റെ മസാല റെഡിയാക്കാം. എന്തുവാണ് നിങ്ങളൊക്കെ ഉണ്ടാക്കിയത്? മൈദാപ്പൊടിയാണേ. നമ്മുടെ കോളിഫ്ലവർ മുക്കാനായിട്ട് ആവശ്യമായ മൈദാപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്. ഇതൊക്കെ എൻ്റെ മസാലയുടെ കാര്യങ്ങളാണ്. എൻ്റെ മസാല റെസിപ്പീസാണ് ഇതൊക്കെ. ഞാൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച് എൻ്റെ ലാബിൽ ഞാൻ വികസിപ്പിച്ചെടുത്ത എൻ്റെ മസാല റെസിപ്പികളാണ്. അതായത് നമ്മുടെ വീട്ടിൽ അപ്പം എന്തൊക്കെ മസാലപ്പൊടികളുണ്ടോ അതൊക്കെ ഇട്ട് ഉണ്ടാക്കുന്ന ഒരു തട്ടിക്കൂട്ട് കോളിഫ്ലവറാണ്. ഗരം മസാല, ഇനി നമുക്ക് ഇതിനെല്ലാം കൂടെ നന്നായിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. തീരെ ലൂസായിട്ട് പോകരുത്, എന്നാൽ ഒത്തിരി കട്ടിയായിട്ടിരിക്കുകയും ചെയ്യരുത്. ആ പരുവത്തിനതാ ഇത് കേട്ടോ. നമുക്ക് മുക്കി വറക്കാൻ പറ്റുന്ന ആ ഒരു പാകം. ഇത്രയേ ഉള്ളൂ. ഇനി ഇതിനകത്തോട്ട് നമ്മുടെ കോളിഫ്ലവർ ഇട്ട് എണ്ണ തിളയ്ക്കുമ്പോൾ അതിനകത്തോട്ടിട്ട് അങ്ങ് മുക്കി വറുത്ത് തിന്നാം. ഇത്തിരി സോസുകളൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പർ. ചട്ടി വെക്കാം. ഞാൻ ഇതിനകത്തൊരു ശകലം റവയും കൂടി ഇട്ടിട്ടുണ്ട്, ഒന്ന് ക്രിസ്പി ആയിട്ടിരിക്കാനായിട്ട്. ഞാൻ പറഞ്ഞല്ലോ ഇത് എൻ്റെ സ്വന്തം റെസിപ്പീസാണ്. ഞാൻ എൻ്റെ ലാബിൽ സ്വന്തമായിട്ട് ഗവേഷണം ചെയ്തെടുത്ത എൻ്റെ റെസിപ്പി. ഇതേണ്ട, അത് നന്നായിട്ട് വേവിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ചൂടാറിയിട്ടില്ല. ഇന്ന് ഫുൾ ബിസി ആയിരുന്നു കേട്ടോ. ഇന്ന് വീട്ടിലൊക്കെ പോകണമായിരുന്നു. വീട്ടിലൊക്കെ പോയിട്ട് വന്ന് വൈകുന്നേരത്തെ പരിപാടിയാണ്. ഇനി ഇതുവരെ ഒന്ന് ഇരിക്കാനുള്ള സമയം പോലും സത്യം പറഞ്ഞാൽ കിട്ടിയില്ല. തീരെ രോദനം, എൻ്റെ തീരെ രോദനമാണ്. എണ്ണ ഒഴിച്ച സൗണ്ടാണ്. എൻ്റെ മൈക്ക് ഞാൻ ഇതുവരെ ഓർഡർ ചെയ്തിട്ട് വന്നില്ല. അടുത്ത ആഴ്ചയെങ്കിലും കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നേ. എണ്ണ ചൂടാവുന്നേ ഉള്ളൂ. വേഗം മാവിനകത്ത് മുക്കി അങ്ങോട്ടിടാവേ. ഇങ്ങനെ മുക്കിയിട്ടേ
പിള്ളേർ സ്കൂളിൽ പോയിട്ട് വരുമ്പോഴത്തേക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അവർക്കൊരു സന്തോഷമാണ്. എന്നാലും നമ്മൾ എന്നും ഉണ്ടാക്കുന്നതല്ലേ, വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അല്ലെങ്കിൽ കണ്ടുപിടിക്കണം. വൈകുന്നേരം വന്നിട്ട് ഇത്തിരി ചോറൊക്കെ ഉണ്ണുവാണെങ്കിലോ, ഇതങ്ങനൊന്നും കഴിക്കത്തില്ല. പിന്നെ ഇതൊക്കെ ഒരു രസമായിട്ട് അങ്ങ് കണ്ടച്ചാൽ മതി. എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ അല്ലേ? നമ്മളും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. വൈകുന്നേരം വരുമ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സാധനം കിട്ടുവാണെങ്കിൽ എന്തൊരു സന്തോഷമല്ലേ. ഞാൻ എന്തടി ഉണ്ടാക്കിയ ആളാണെന്നറിയാമോ? എന്നിട്ടാണ് ഞാനിപ്പോൾ ഇതൊക്കെ പറയുന്നത്. അപ്പോൾ അതോടെ കിടന്ന് വേഗട്ടെ. എൻ്റെ ചെറുക്കൻ വിശന്നിട്ട് തപ്പിപ്പെറുക്കുന്നുണ്ടാ. അല്ല കേട്ടോ, മുട്ടായി ഉണ്ടോന്ന് തപ്പിപ്പെറുക്കുന്ന ഫ്രിഡ്ജിൻ്റെ അകത്ത്. മുട്ടായി, ബൂസ്റ്റ്, ചെറിയ പാക്കറ്റ് ബൂസ്റ്റ് ഉണ്ടല്ലോ, നമ്മുടെ 5 രൂപ പാക്കറ്റ് ബൂസ്റ്റ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ തപ്പിപ്പെറുക്കുന്നതാണേ. ചുമ്മാ പാലിനകത്തൊന്നും ഇട്ട് തിന്നത്തില്ല, അങ്ങനെയൊന്നും കുടിക്കുമല്ല ആള്. ചുമ്മാ പ്ലേറ്റിനകത്തിട്ട് നക്കി തിന്നും. ആ പരിപാടി ഇവിടെ നടന്നുകൊണ്ടിരുന്ന അപ്പം കൊണ്ടുപോയ സാധനം തീർന്നു. ഞാൻ അടുത്ത് എടുക്കാനായിട്ട് വന്ന. ബാക്കി ഉണ്ടാക്കുന്നില്ല കേട്ടോ, ഇനി എൻ്റെ കെട്ടിയതിന് വേണ്ടി മാറ്റി വെച്ചേക്കാൻ. ഇനി പുള്ളി വരുമ്പോഴേ ഉണ്ടാക്കുന്നുള്ളൂ. അതല്ല, അല്ലെങ്കിൽ നേരത്തെ ഉണ്ടാക്കി വെച്ച ചൂടൊക്കെ ആറി പോകത്തില്ലേ. ബാക്കി ഇനി ഞങ്ങൾ അന്നേരം ഉണ്ടാക്കാം. ടാറ്റാ. വീഡിയോ കാണാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെല്ലൈക്കൻ അടിക്കാനും മറക്കല്ലേ. എന്നാലല്ലേ എന്നെ സഹിക്കണ്ടേ നിങ്ങൾക്ക് എല്ലാ ദിവസവും. ടാറ്റ.